എടോ മാണിക്കുഞ്ഞെ, താൻ എനിക്ക് വേണ്ടി എത്ര വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര കുട്ടികളുടെ ഫോട്ടോ അമ്മയെ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്ര അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അവരൊക്കെ ഇന്ന് വാതോരാതെ എന്നെയും എന്റെ കമ്പനിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. ഓൺലി ബിക്കോസ് ഓഫ് മൈ വൈഫ് ഗാഥ. ഒരു വിവാഹത്തിലൂടെ സ്വർഗം കണ്ടെത്തണമെന്ന് പറയുന്നത് ഇയാളെ പോലെ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോഴാണ്. അത് ഞാൻ സമ്മതിച്ചു സാറേ. സത്യത്തിലേ ഇത്രയും ആളുകളെ കാണുമ്പോ ഗാഥമാട ഒന്ന് പരിഭ്രമിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എന്താ പറയാ, ഗാഥമാട എല്ലാരെയും അമ്പരപ്പിച്ച് കളഞ്ഞില്ലേ? താങ്ക്സ്. ഗാഥ, നമ്മുടെ കമ്പനി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വർക്കാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതിന് ഒരേ ഒരു കാരണം താൻ മാത്രമാണ്. താൻ നോക്കിക്കോ, താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇതുപോലെ ഒരിക്കലും പറ്റാത്ത ഐഡിയാസ് തനിക്കുണ്ടെങ്കിൽ നമുക്കിനി വിജയങ്ങൾ മാത്രമേ ഉണ്ടാവൂ. തൊട്ടടുത്ത എതിരാളി നമ്മൾ ഭയക്കും, അല്ലടോ മാണിക്കുഞ്ഞ്? സാറേ, ഇത്രയും നാളും തൊട്ടടുത്ത എതിരാളി എന്ന് പറയുന്നത് ദേ ഗാഥമാടത്തിന്റെ മമ്മി തന്നെ ആയിരുന്നല്ലോ. ഒന്ന് പോടോ. സിത്താരമേളമായിട്ട് ഇനി നമുക്ക് ഒരു മത്സരവും ഇല്ലല്ലോ. നമ്മളൊന്നല്ലേ, അല്ലേ ഗാഥ?